നാടുകാണി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കലക്കൻ പുഴയും അതുപോലെ തന്നെ വരയൻ മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുന്നപ്പുഴയും കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറുപുഴയും അതുപോലെ തന്നെ മുക്കുറുത്തി നാഷണൽ പാർക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന കരിമ്പുഴയും സമീപിച്ചുകൊണ്ട് കരിമ്പുഴ എന്ന ഒറ്റ നദിയായി ഒഴുകുന്ന നദിയാണ് എനിക്ക് സമീപത്ത് കാണുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ ചാലിയാർ പുഴയുടെ പ്രധാന കൈവഴി എന്ന് വേണമെങ്കിൽ ഈ നദിയെ വിശേഷിപ്പിക്കാം. നമ്മുടെ നിലമ്പൂരിലെ സ്വർണ്ണ നിക്ഷേപം ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറോട് അടക്കി ഒഴുകുന്ന ഈ ഒരു നദി എന്ന് പറയുന്നത് സ്വർണ്ണ നിക്ഷേപം കൂടി ഉള്ളതാണ്. ഞാൻ പറയാൻ പോകുന്ന ചരിത്രം എനിക്ക് പിറകിൽ നിന്ന് ആരംഭിക്കുന്ന ചുങ്കത്ര പഞ്ചായത്തിനെ കുറിച്ചാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പ്രവേശന കവാടമായ കനോലി പ്ലോട്ട് കടന്ന് നിലമ്പൂർ തേക്കിന്റെ കരുത്തുമായി നിലമ്പൂരിന്റെ മണ്ണിലെ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ ശോഭയോടെ ചാലിയാറിന്റെ കളകളാരവും കേട്ട് നാടുകാണിയുടെ ഹരിതാപം ആവാഹിച്ചുള്ള ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് കാർഷിക കുടിയേറ്റ ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഉപജില്ലകളിലൊന്നായ നിലമ്പൂർ ഉപജില്ല കലോത്സവം അരങ്ങേറുന്നത്. കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന മുമ്പായി ചുങ്കത്രയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ചുങ്കത്ര നഗരത്തിന്റെ മധ്യഭാഗത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന MBM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിന് വേദി ഒരുങ്ങിയിട്ടുള്ളത്. കിഴക്കൻ ഏറനാട്ടിലെ ആദ്യത്തെ എയ്ഡഡ് വിദ്യാലയമാണ് MBM ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ രൂപീകരിച്ച് 7 പതിറ്റാണ്ട് പിന്നിട്ടുമ്പോൾ 7ാം പതിറ്റാണ്ട് ആഘോഷ നിറവിൽ ലക്ഷ്യങ്ങളും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. കാത്തിരിക്കുക. ഞങ്ങളോടൊപ്പം കൂടുതൽ ഒരുക്കമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം എത്തുന്നതാണ്. ക്യാമറ പേഴ്സൺ വിനീഷ് കണനോടൊപ്പം മുഹമ്മദ് മൻസൂർ.